ഹലോ, എന്തുണ്ട്? വൈറൽ മത്തി അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇവിടെ മൊത്തം ഫ്രോസൺ മത്തിയാണ്. അതുകൊണ്ട് ഈ ഒരു റെസിപ്പിയോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഇപ്പോൾ നല്ല ഫ്രഷ് മത്തി കിട്ടിയപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിലേക്ക് വന്നത് ഈ റെസിപ്പിയാണ്. ഇത് ഭയങ്കര സിമ്പിളാട്ടോ, ഭയങ്കര ടേസ്റ്റിയുമാണ്. ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. സ്റ്റവ് കത്തിക്കരുതേ, കത്തിച്ചാൽ തീർന്ന്. ആദ്യം ഈ രണ്ട് പൊടികളും നമുക്കൊന്ന് എണ്ണയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡായി വരുമ്പോൾ സ്റ്റവ് കത്തിക്കാം. ആൻഡ് മേക്ക് ഷുവർ തീ കൂടി പോരുതേ. എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിടാം. പിന്നെ ഈ എണ്ണ ചൂടാക്കിയിട്ട് വെളുത്തുള്ളി ചതയ്ക്കാൻ നിന്നാൽ പിന്നെ വീണ്ടും അടുത്ത എണ്ണയും പൊടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതെല്ലാം ആദ്യമേ ചതച്ച് മാറ്റി വയ്ക്കണം. വെളുത്തുള്ളിക്കൊപ്പം ചെറിയുള്ളി മറക്കരുത്. കറിവേപ്പില ഇല്ലാതെ എന്ത് മത്തി ഫ്രൈ അല്ലേ? അപ്പോൾ കുറച്ച് കറിവേപ്പില ആവശ്യത്തിൽ കൂടുതൽ കേട്ടോ, ഒരു കുഴപ്പമില്ലാന്നേ. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് തന്നെ മുളക് ചതച്ചത്. മിക്സ് മിക്സ് മിക്സ്. ദേ ഇവനാണ് ഇതിലെ താരം, പുളി പിഴിഞ്ഞത്. അതുകൊണ്ട് ഇതും മറക്കണ്ട കേട്ടോ, ആദ്യമേ അങ്ങ് പിഴിഞ്ഞു വെച്ചോ. പിന്നെയും മിക്സ് മിക്സ് മിക്സ്. നിർത്തണ്ടെന്നേ, അങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറാതിരിക്കാൻ ലെമൺ മസ്റ്റാണ്, കുറച്ച് ഉപ്പ്, എന്നിട്ട് വീണ്ടും മിക്സ് മിക്സ് മിക്സ്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ, അവൻ ഒറ്റയ്ക്ക് അങ്ങ് തിളക്കിട്ടേന്നേ. ആഹാ, മീൻ താരം വന്നല്ലോ. ദേ 1 by 1 ആയിട്ട് അങ്ങ് നിരത്തി വെച്ചോ. അയ്യവ, എന്നെ രസമല്ല ഇങ്ങനെയൊക്കെ എടുക്കുന്ന കാണാൻ. അങ്ങനെ നോക്കി നിന്നാൽ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടണം. ഈ മസാല അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഒന്നീന്ന് വീണ്ടും തുടങ്ങണം. മത്തിക്കൊക്കെ എന്നാ വില. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മുടെ വൈറൽ മത്തി റെഡി. വൈറൽ മത്തി വെറുതെ അല്ല കേട്ടോ വൈറലായ, എന്നാ രുചിയാണെന്നറിയോ. നല്ല ചൂട് ചോറിലേക്ക് തലേന്ന് കാച്ചിയ മോരും കൂടി ഉണ്ടെങ്കിലല്ലേ ഒന്നും പറയാനില്ല. കോംബോ അടിപൊളി അല്ലേ? നാരങ്ങാച്ചാറും കൂടി ആയാൽ കുഴപ്പമുണ്ടോ?